സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എൻ ആശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ, ആലംബമില്ലാതലഞ്ഞപ്പോ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എൻ ആശ്രയം. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എൻ ആശ്രയം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം, നാളേക്കായി വിചാരപ്പെടരുത്. ഡു നോട്ട് വറി അബൌട്ട് ടുമോറോ. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു പുതിയ പ്രഭാതം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സുദിനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ അവിടുന്ന് വിളമ്പിത്തരുന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളേക്കായി വിചാരപ്പെടരുത്. ഡോണ്ട് വറി അബൌട്ട് ടുമോറോ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ആകുലത. ഈ നാളെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ വളരെ തടസ്സം ചെയ്യുന്നതാണ്. സകല ഭാരങ്ങളും വിട്ടാൽ മാത്രമേ സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് സാധിക്കൂ. നമുക്ക് മാറ്റുവാൻ പറ്റാത്ത പല പരിമിതികളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് ആവലാതിപ്പെടരുത്. ആ പരിമിതികളും ഇല്ലായ്മകളും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സ്വർഗസ്വനായ പിതാവ് നൽകിയിരിക്കുന്നതാണ്. ആവലാതികൾ ആകുലതയുടെ ഫലമായി വരുന്നതാണ്. എന്താ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-31 വാക്യങ്ങൾ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇത് പറഞ്ഞത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാവുന്ന യേശുക്രിസ്തുവാണ്. വിചാരപ്പെടരുത് എന്ന് യേശു പറഞ്ഞത് ആകുലപ്പെടരുത് എന്ന അർത്ഥത്തിലല്ലേ? ആണ്. ആകാശത്തിലെ പറവകളെയും വയലിലെ താമരയെയും മനോഹരമായി പുലർത്തുന്ന ദൈവം വിശേഷപ്പെട്ട അതിശയകരമായി പോറ്റാതിരിക്കുമോ?
ജീവിതത്തിൽ ആകുലതകൾ വരുത്തി നിരാശയും നൽകി ഇരുട്ടിലേക്ക് തള്ളിയിടുവാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട്. ആര്? പിശാച്. നാം എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും അവ മുഴുവനും നാം മക്കൾക്ക് നൽകാറില്ല. ഒരല്പം സമ്പാദിച്ചവന് വേണ്ടി മാറ്റിവെക്കത്തില്ലേ? അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ യഥാസമയങ്ങളിൽ നാം അവർക്കത് നൽകും. ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങളിൽ ഏതെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. കർത്താവിന് ആലോചന എന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഹു ക്യാൻ ഗിവ് അഡ്വൈസ് ടു ദ ലോർഡ്? അവിടുന്ന് തക്ക സമയത്ത് അവയെ നമുക്ക് നൽകുന്നു. കരയുന്ന കാക്ക കുഞ്ഞിന് പോലും ആഹാരം കൊടുക്കുന്ന അപ്പൻ്റെ മക്കളാണ് നമ്മൾ. ബോധ്യമുള്ളവരെല്ലാം ഒരാമേൻ പറയാം. ആമേൻ. പലതിനെയും ചൊല്ലി മനം കലങ്ങിയ മാർത്തായ്ക്ക് യേശു വന്നിട്ടും അവിടുത്തെ പാഠപീഠത്തിലിരുന്ന് വചനം കേൾക്കുവാൻ കഴിഞ്ഞില്ല. അവൾ ഭൗതിക കാര്യത്തിലും ആഹാര ക്രമീകരണത്തിലൊക്കെ അകപ്പെട്ട് വിലയേറിയതിനെ അവഗണിച്ചു. വിലയേറിയതേതാ? തൃപ്പാദത്തിലിരുന്ന് കർത്താവ് പറയുന്നത് ശ്രവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആദ്യം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിർത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. നാം ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലും പണമുണ്ടാക്കുന്ന തിരക്കിലും പെട്ട് ആത്മീയതയെ അറിഞ്ഞും അറിയാതെയും അവഗണിക്കുമ്പോൾ അവ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകും. ക്വാളിറ്റേറ്റീവ് ടൈം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചു നേരം സ്വസ്ഥമായി ഇരിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ടൈം. ജീവിതത്തിൽ അതിപ്രധാനമായ സമയമെന്ന് പറയുന്നത് എലോൺ വിത്ത് ദ നൺ, കർത്താവിൻ്റോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ വെച്ച് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ എങ്ങനെയാണ് കുറിച്ചത്? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്രകാരം നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഉള്ളിൽ സൃഷ്ടാവിനെ കൊണ്ട് നിറയ്ക്കണം. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ പൂജിക്കുവിനെന്ന്, ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവിന്. സുപരിചിതമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഭാരമേറിയ വിറകും ചുമന്നുകൊണ്ട് ഒരു യാത്രക്കാരനെ കണ്ട് സഹതാപം തോന്നിയ കാളവണ്ടിക്കാരൻ അദ്ദേഹത്തെ തൻ്റെ വണ്ടിയിൽ കയറ്റി. കുറേ നേരം കഴിഞ്ഞ് ഞരക്കവും മൂളലും കേട്ട് വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തലയിൽ നിന്ന് വിറക് കെട്ട് ഇറക്കാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെയാണ്. ഇതുപോലെ പല മനുഷ്യരും ഉണ്ട്. ക്രിസ്തു എന്ന ഏക രക്ഷകനിൽ ആയിട്ടും ഭാരം കർത്താവിൽ ഇറക്കി വയ്ക്കാതെ ചുമന്നുകൊണ്ട് തളരുന്നവർ. യേശു എന്താ പറഞ്ഞേ? മത്തായി 11:28. കേട്ടു വളരെ തഴക്കമുള്ള തിരുവചനമാണെങ്കിലും ഒന്നും കൂടെ കേൾക്കുന്നത് അനുഗ്രഹമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസദായകൻ യേശുക്രിസ്തു മാത്രമാണ്. എല്ലാത്തിൻ്റെയും മന്ത്രി യേശുവാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും യേശുവിൻ്റെ കയ്യിലാണ്. സ്വയം ഭാരം വഹിച്ച് നടന്നാൽ ക്ഷീണിക്കും. അതുകൊണ്ട് സഹോദര സഹോദരി, സ്വയം ഭാരം വഹിച്ച് നടന്നാൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. മക്കളില്ലാത്ത ദുഃഖവും പെനിനെ ഏൽപ്പിച്ച നിന്ദകളും ചുമന്ന മുഖംപാടി ഹന്ന ഒരുപാട് നാൾ നടന്നു. ഭർത്താവിൻ്റെ ആശ്വാസവാക്കുകൾ അവളെ ആകുലതകളിൽ നിന്ന് മോചിപ്പിച്ചില്ല. അവൾ ദേവാലയത്തിലേക്ക് പോയി തൻ്റെ മനോഭാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അവളുടെ മുഖത്തിൻ്റെ വാട്ടം പോയി. മാത്രമല്ല, ഇസ്രായേൽ മുഴുവനും വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചു. നമ്മുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തുകയില്ലെന്നേ. നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മൾ അറിയുന്നതിനേക്കാൾ മുമ്പ് കർത്താവിന് അറിയാം. അവയെ ദൈവം പരിപൂർണമായാണ് നിവർത്തിക്കുന്നത്. ആയതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയർ 4:19 ഹൃദയപൂർവ്വം ശ്രദ്ധിക്കാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അടിവരയിട്ട് സൂക്ഷിക്കുക. എപ്പോഴും ഏറ്റുപറയുക. ആ വചനം പോലെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നൽകിയ ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സകല ഭാരവും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പുത്രൻ വഴി
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം നൽകുന്നതിനായി നന്ദി. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിങ്ങളുടെ കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഭാരം വഹിക്കുന്നവരായി, അന്യോന്യം ഭാരപ്പെടുത്താതെ അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായി, മറ്റുള്ളവരുടെ ഭാരം ലഘൂകരിക്കുവാൻ ഒരു കൈത്താങ്ങ് കൊടുക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ സഹായിക്കണം. അവിടുന്ന് ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തുന്നതിനായി സ്തോത്രം. യേശപ്പാ, ഞങ്ങൾ ആരും നിന്നതല്ല, അവിടെ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. ഒന്നിലും അഹങ്കരിക്കാതെ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ അപ്പാ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും മാറിപ്പോട്ടെ. ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, UK വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രകൃതിക്ഷോഭത്തിൽ വലയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ആനുകാലിക സംഭവങ്ങൾ വിളിച്ചോതുന്നത് ബൈബിൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ബുദ്ധിയുള്ള കന്യകളെ പോലെ അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. സ്തോത്രം. അവിടുത്തെ കൽപ്പനകളനുസരിച്ച് അവിടുത്തോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. മതം കെട്ടിയ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ ജനത്തെ കെട്ടിയിരിക്കുന്ന ആ ഫറവോൻ്റെ ഉലക്കുനുകം മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അവിടുത്തോട് ചേർന്ന് സ്നാനപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് മണവാളുടെ വരവിനായി ഒരുങ്ങുന്ന വിശുദ്ധ കന്യകളായി ജീവിക്കാൻ മക്കൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പല ആവശ്യങ്ങൾക്കായി മക്കൾ പുറത്തു പോകുമ്പോൾ ദൂതന്മാർ അവർക്ക് മുൻപേ അവിടുന്ന് അയക്കുന്നതിനായി സ്തോത്രം. മക്കൾ യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന മുൻപും പിമ്പും രണ്ട് സൈഡും ദൂതന്മാരുടെ കാവൽ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോകാതെ ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും സംരംഭങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോട് ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നോ, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നോ, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എൻ ആശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ, ആലംബമില്ലാതലഞ്ഞപ്പോ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു, ആശ്വാസധാരയായി വന്നു.